നമസ്കാരം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആറാട്ട് നടക്കുന്ന വഴിയിൽ, അത് പ്രത്യേകിച്ച് ശംഖുമുഖം കടൽ തീരത്ത് അതുവഴിയാണ് കടന്നു പോകുന്നത്. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് വലിയ ആശങ്കയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഈ ആറാട്ടും ഉത്സവം കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മുടെ വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ കൂടി പോലുമാണ് ആറാട്ട് കടന്നു പോകുന്നത്. ആ സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യപ്രകാരം വിമാനങ്ങൾ ആ സമയത്ത് ഉണ്ടാകാറില്ല. വിമാനങ്ങളുടെ സമയക്രമീകരണം അതിനനുസരിച്ചായിരിക്കും. അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു ആറാട്ടിനെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടിനെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് തലസ്ഥാനത്തിൻ്റെ മുഖമുദ്രയാണ്. അനന്തപുരി എന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. പപ്പനാവൻ്റെ മണ്ണ് എന്ന്, അല്ലെങ്കിൽ പപ്പനാവൻ്റെ നാട് എന്ന് തിരുവനന്തപുരംകാർ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. അവിടെ തടസ്സപ്പെടുന്ന, ആറാട്ടിന് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ പടിക്കെട്ടുകൾ, വലിയ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. കടൽ ഭിത്തിയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതേ തുടർന്ന് ഈ ഭക്തജനങ്ങളുടെ സംഘടനയായിട്ടുള്ള ഭക്തജന സേവാ സംഘത്തിൻ്റെ പ്രവർത്തകർ അവിടുത്തെ പ്രദേശത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീമതി ഷീബ പാട്രിക്കിനെ ചെന്ന് കാണുകയും ഷീബ പാട്രിക്കിൻ്റെ നേതൃത്വത്തിൽ ശംഖുമുഖത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം അവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരുത്താതെയും ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായും രീതിയിൽ ആറാട്ട് നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഷീബ പാട്രിക്ക് എന്തായാലും ബോധവതിയാണ്. ഭക്തജന സേവാ സംഘവും ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കി ആറാട്ട് സുഗമമായി നടത്തുവാനുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആറാട്ട് കൽമണ്ഡപത്തിൽ നിന്നും കടൽ തീരത്തേക്ക് പോകുമ്പോൾ ഒരു പരമ്പരാഗത പാതയാണ് പിന്തുടരുന്നത്. ആ പരമ്പരാഗത പാതയ്ക്ക് ഒരു വിഘാതമുണ്ടാക്കുന്ന, തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളത് സാധാരണയായി പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് ഭക്തജന സേവാ സംഘത്തിൻ്റെ ആവശ്യം. കൗൺസിലറായിട്ടുള്ള ഷീബ പാട്രിക്കും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഏതാനും മീറ്ററുകൾ പൊളിച്ചു നീക്കിയാൽ ആറാട്ടിന് കടന്നു പോകാനുള്ള വഴിയാകും. മുഴുവൻ അത് പൊളിച്ചു കളയേണ്ട ആവശ്യം പോലുമില്ല. അത്തരത്തിൽ ആ നിർമ്മാണം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി, അല്ലെങ്കിൽ പുനർനിർമ്മിച്ചാൽ മതി. അപ്പോൾ എന്തായാലും അനുകൂലമായിട്ടുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കൗൺസിലറിൻ്റെയും ഭക്തജന സേവാ സംഘത്തിൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ആ പ്രദേശത്തെ ഈ കാഴ്ചകളും, ഈ നിർമ്മാണത്തിൻ്റെ കാഴ്ചകളും കൗൺസിലർ ഷീബ പാട്രിക്കും ഭക്തജന സേവാ സംഘത്തിൻ്റെ അംഗങ്ങളും ആ പ്രദേശം സന്ദർശിച്ച് വീഡിയോകളും നമുക്കൊന്ന് കാണാം. അവരുടെ അഭിപ്രായങ്ങളും നമുക്കൊന്ന് കേൾക്കാം. കേട്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ ഒന്ന് കാണാം. പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇതുവരെ ഉള്ളൂ. അല്ല ഇനിയിപ്പോൾ അമ്പലത്തിൽ അവന്മാർ വന്നു, ഒട്ടന്മാർ വന്നു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരാദ്യം പിന്നെ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഈ അളവ് നിശ്ചയിച്ചത്. അത് അവിടുത്തെ കാര്യം കുറച്ച് നമ്മൾ മാറ്റാതെ
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ആറാട്ട് മഹോത്സവം നടക്കുന്ന ശംഖുമുഖം കടൽ തീരമാണിത്. ഈ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ആറാട്ട് കൽമണ്ഡപം ഇവിടെയുണ്ട്. ആ മണ്ഡപങ്ങളിൽ ഗരുഡവാഹനത്തിലുള്ള ഭഗവാനെ എഴുന്നള്ളിച്ചതിന് ശേഷം അതിനെതിരെയുള്ള ആറാട്ട് കടവിലേക്ക് ശാന്തിക്കാർ കൊണ്ടുവന്നാണ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആറാട്ട് നടത്തുന്നത്. ആ പരമ്പരാഗതമായി കടന്നു വരുന്ന ആ പാത, മണ്ഡപത്തിൽ നിന്നും ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ആ പാതയ്ക്ക് തടസ്സമാവുന്ന രീതിയിലാണ് ഇവിടെ ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് എന്ന ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പത്മനാഭസ്വാമിയുടെ ഭക്തരുടെ കൂട്ടായ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭക്തജന സമിതിയും ഭക്തജന സംഘത്തിൻ്റെയും പ്രവർത്തകരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ ഈ പരമ്പരാഗതമായ പാതയ്ക്ക് തടസ്സം വരുന്ന ഒരു നിർമ്മാണങ്ങളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അഥവാ എന്തെങ്കിലും നിർമ്മാണം നടന്നിട്ടുള്ളത് ഈ പരമ്പരാഗതമായ പാതയ്ക്ക് തടസ്സമുള്ളതാണെങ്കിൽ അവ നീക്കം ചെയ്തുകൊണ്ട് പൂർവാധികം നല്ല രീതിയിൽ നമുക്ക് ഈ ആറാട്ട് ചടങ്ങുകൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഒട്ടും കുറയാത്ത രീതിയിൽ ഭക്തജനങ്ങൾക്കും കൂടി ദർശനം നടത്തി സായുജ്യം അടയുവാനുള്ള സൗകര്യത്തോടു കൂടി നടത്തപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരെയും അറിയിച്ചുകൊണ്ട് അത് വേണ്ട നടപടികൾ എടുപ്പിക്കുവാനാണ് ഭക്തസമിതികൾ ഉദ്ദേശിക്കുന്നത്. നാളെ തന്നെ നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഭാഗമായിട്ട് ഇവിടുത്തെ നമ്മുടെ MLA അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും അദ്ദേഹം അപ്പം തന്നെ ബന്ധപ്പെടുകയും കൗൺസിലറെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ രാവിലെ മന്ത്രി നമ്മളുമായിട്ട് ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളോട് തീരുമാനിക്കുന്നതാണ്. ആചാരങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ടിയിരിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളായി ഇവിടെ ആറാട്ടും ബലിതർപ്പണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം കടലിനെയും കൽമണ്ഡപത്തിനെയും പ്രതിനിധീകരിച്ചാണ് ഇത് രണ്ടും വർഷങ്ങളായി നടക്കുന്നത്. അപ്പം അതിൽ തടസ്സം നിൽക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനും മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനം അത്ര നിഷ്കളങ്കമായിട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും തത്വമയി ന്യൂസ് പ്രകടിപ്പിക്കുന്നില്ല. കാരണം നിഷ്കളങ്കമായിട്ട് തന്നെ എന്തെങ്കിലും അറിവില്ലാത്ത ആരെങ്കിലും ചെയ്തതാണ്. കാരണം കൗൺസിലർമാരുൾപ്പെടെയുള്ളവർ സജീവമായി ഇതിനൊരു സമാധാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരത്തി ഈ വിഷയത്തിന് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ തത്വമയി ന്യൂസ് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ശുഭപര്യവസായിയായിട്ടുള്ളൊരു രംഗം ഇതിലുണ്ടാകട്ടെ, അതും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന. പത്മനാഭനോട് അത് മാത്രമാണ് പ്രാർത്ഥന. കാരണം ശ്രീ പത്മനാഭൻ്റെ ആറാട്ട് എന്നുള്ളത് തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെയും കൂടിയൊരു ഉത്സവമാണ്. കാരണം ശ്രീപത്മനാഭൻ്റെ ആറാട്ടിൽ പലപ്പോഴും കൊണ്ടു നടക്കുന്ന കുടയും മുത്തുക്കുടയും വെഞ്ചാമരവും ഒക്കെ എന്താണെന്ന് പലർക്കും ചരിത്രം തിരുവനന്തപുരംകാർക്ക് പോലും അറിയില്ലായിരുന്നു. പഴമക്കാർക്ക് തന്നെ അറിയാം. ടിപ്പുവിനെ വെട്ടി വീഴ്ത്തി
വൈക്കത്ത് പത്മനാഭപിള്ള കൊണ്ടുവന്ന ടിപ്പുവിൻ്റേതായിട്ടുള്ള അലങ്കാര വസ്തുക്കളാണതെല്ലാം. ടിപ്പുവിനെ വെട്ടി ഓടിച്ച തിരുവിതാംകൂറിൻ്റെ വീര്യത്തിൻ്റെ ചരിത്രം കൂടിയാണ് ശ്രീ പത്മനാഭൻ്റെ ആറാട്ട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമ്പരാഗത പാത തടസ്സങ്ങളേതുമില്ലാതെ തുടരേണ്ടത് തിരുവനന്തപുരംകാരുടെ ആവശ്യമാണ്, അനന്തപുരിയുടെ പൈതൃകത്തിൻ്റെ ആവശ്യമാണ്, പത്മനാഭൻ്റെ ആറാട്ടിൻ്റെ ആവശ്യമാണ്, ഭക്തരുടെ ആവശ്യമാണ്, ഒപ്പം കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് സുഗമമായൊരു ആറാട്ടുകളുടെ നടത്തിപ്പ്, കാരണം ഇതിനുള്ള തടസ്സങ്ങൾ, ഈ ആറാട്ടിൻ്റെ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കാലാകാലങ്ങളായി പലരും ശ്രമിച്ചിട്ടുണ്ട്. പല രീതിയിൽ പല ആശയങ്ങൾ വെച്ചിട്ടുള്ളവർ, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, പെന്തക്കോസ്റ്റുകാരാവട്ടെ, ജിഹാദികളാവട്ടെ, ഇതിൻ്റെ തടസ്സം സൃഷ്ടിക്കുവാൻ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് പത്മനാഭൻ്റെ കൃപയാൽ. ഇത്തരത്തിലുള്ളൊരു തടസ്സവും സ്വാഭാവികമായി അറിവ് ആരുടെയെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായിട്ടുള്ള ഈ നിർമ്മാണം, അങ്ങനെ തന്നെ വിശ്വസിക്കാം നമുക്ക്. ഈ നിർമ്മാണ പ്രവർത്തനവും അങ്ങനെ തന്നെ പത്മനാഭൻ്റെ കൃപയാൽ മാറിക്കൊടുക്കും ആറാട്ടിന് വേണ്ടി, അല്ലെങ്കിൽ വഴി തുറന്നു കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്താകും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. തത്വമീ ന്യൂസ് എന്തായാലും ശ്രീ പത്മനാഭൻ്റെ ആറാട്ടിന് വേണ്ടി ഈ വിഷയത്തിന് പിന്നാലെ തന്നെയുണ്ട്. വിഷയം വികസിക്കുന്നതിനനുസരിച്ച് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ ആ വാർത്തകൾ ഞങ്ങൾ എത്തിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമീ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.